ദൈവമേ എന്നോട് കൃപ തോന്നണമേ. എന്നോട് കൃപയുണ്ടാകണമേ. ദൈവമേ എന്നോട് കൃപ തോന്നണമേ. എന്നോട് കൃപയുണ്ടാകണമേ. ദൈവമേ എന്നോട് കൃപ തോന്നണമേ. എന്നോട് കൃപയുണ്ടാകണമേ. ദൈവമേ എന്നോട് കൃപ തോന്നണമേ. അങ്ങയിലാണു ഞാൻ അഭയം തേടുന്നത്. വിനാശത്തിന്റെ കൊടുങ്കാറ്റ് കടന്നു പോകണം. ഞാൻ അങ്ങയുടെ ചിറകിൻ കീഴിൽ ശരണം പ്രാപിക്കുന്നു. അങ്ങയിലാണ് ഞാൻ അഭയം തേടുന്നത്. വിനാശത്തിന്റെ കൊടുങ്കാറ്റ് കടന്നു പോകുവോളം ഞാൻ അങ്ങയുടെ ചിറകിൻ കീഴിൽ ശരണം പ്രാപിക്കുന്നു. എന്നോട് കൃപയുണ്ടാകണമേ. ദൈവമേ എന്നോട് കൃപ തോന്നണമേ. എന്നോട് കൃപയുണ്ടാകണമേ. ദൈവമേ എന്നോട് കൃപ തോന്നണമേ. അത്യുന്നതനായ ദൈവത്തെ ഞാൻ വിളിച്ചപേക്ഷിക്കുന്നു. എനിക്കു വേണ്ടി എല്ലാം ചെയ്തു തരുന്ന ദൈവത്തെ തന്നെ. അത്യുന്നതനായ ദൈവത്തെ ഞാൻ വിളിച്ചപേക്ഷിക്കുന്നു. എനിക്കു വേണ്ടി എല്ലാം ചെയ്തു തരുന്ന ദൈവത്തെ തന്നെ. അത്യുന്നതനായ ദൈവത്തെ ഞാൻ വിളിച്ചപേക്ഷിക്കുന്നു. എനിക്കു വേണ്ടി എല്ലാം ചെയ്തു തരുന്ന ദൈവത്തെ തന്നെ. അത്യുന്നതനായ ദൈവത്തെ ഞാൻ വിളിച്ചപേക്ഷിക്കുന്നു. എനിക്കു വേണ്ടി എല്ലാം ചെയ്തു തരുന്ന ദൈവത്തെ തന്നെ. അവിടുന്ന് സ്വർഗത്തിൽ നിന്ന് സഹായമായി തന്നെ രക്ഷിക്കും. എന്നെ ചവിട്ടി മെതിക്കുന്നവരെ അവിടുന്ന് ലജ്ജിപ്പിക്കും. അവിടുന്ന് സ്വർഗ്ഗത്തിൽ നിന്ന് സഹായമായി ചെന്ന് രക്ഷിക്കും. എന്നെ ചവിട്ടി മെതിക്കുന്നവരെ അവിടുന്ന് ലജ്ജിപ്പിക്കും. ദൈവം തന്റെ കാരുണ്യവും വിശ്വസ്തതയും അയക്കും. എന്നോട് കൃപയുണ്ടാകണമേ. ദൈവമേ എന്നോട് കൃപ തോന്നണമേ. എന്നോട് കൃപയുണ്ടാകണമേ. ദൈവമേ എന്നോട് കൃപ തോന്നണമേ. മനുഷ്യ മക്കളെ ആർത്തിയോടെ വിഴുങ്ങുന്ന സിംഹങ്ങളുടെ നടുവിലാണു ഞാൻ. അവയുടെ പല്ലുകൾ കുന്തങ്ങളും അസ്ത്രങ്ങളുമാണ്. മനുഷ്യമക്കളെ ആർത്തിയോടെ വിഴുങ്ങുന്ന സിംഹങ്ങളുടെ നടുവിലാണ് ഞാൻ. അവയുടെ പല്ലുകൾ കുന്തങ്ങളും അസ്ത്രങ്ങളുമാണ്. അവയുടെ നാവുകൾ മൂർച്ചയുള്ളവ.
ഭൂമിയിൽ എങ്ങും നിറയട്ടെ. അവരുടെ കാലടികൾക്ക് വല വിരിച്ചു എന്റെ മനസ്സിടിഞ്ഞു പോയി. അവരുടെ വഴിയിൽ കുഴി കുഴിച്ചു അവർ തന്നെ അത് പഠിച്ചു. എന്നോട് കൃപയുണ്ടാകണമേ ദൈവമേ, എന്നോട് കൃപ തോന്നണമേ, എന്നോട് കൃപയുണ്ടാകണമേ. എന്നോട് കൃപയുണ്ടാകണമേ ദൈവമേ, എന്നോട് കൃപ തോന്നണമേ. ദൈവമേ, അങ്ങ് ആകാശത്തിനുമേൽ ഉയർന്നു നിൽക്കണമേ. അങ്ങയുടെ മഹത്വം ഭൂമിയിൽ എങ്ങും നിറയട്ടെ. കൃപയുണ്ടാകണമേ ദൈവമേ, എന്നോട് കൃപ തോന്നണമേ. എന്നോട് കൃപയുണ്ടാകണമേ ദൈവമേ, എന്നോട് കൃപ തോന്നണമേ. എന്നോട് കൃപയുണ്ടാകണമേ ദൈവമേ, എന്നോട് കൃപ തോന്നണമേ. ചിന്തിച്ചുകൊണ്ട് കരങ്ങൾ ഉയർത്തി സ്തുതിച്ചുകൊണ്ട് ദൈവമേ നന്ദി പരിശുദ്ധാത്മാവേ എല്ലാവരും പരിശുദ്ധാത്മാവ് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവേ അവിടുത്തെ കൃപ പരിശുദ്ധാത്മാവിലൂടെ ഞങ്ങളിലേക്ക് ഒഴുകിയിരിക്കുന്നു. അവിടുത്തെ കൃപ പരിശുദ്ധാത്മാവിലൂടെ ഞങ്ങളിലേക്ക് നിറഞ്ഞിരിക്കുന്നു. അവിടുത്തെ കൃപാസമുദ്രത്തിൽ ഞങ്ങളിതാ വന്നെത്തിയിരിക്കുന്നു. ഓ പരിശുദ്ധാത്മാവേ, അവിടുത്തെ കൃപാസമുദ്രം അവിടുത്തെ കൃപാസമുദ്രം തുറന്ന് ഞങ്ങളിൽ ഒഴുകിയിരിക്കുന്നു. അങ്ങയുടെ കൃപ മുഴുവനും ഞങ്ങൾക്ക് ലഭിച്ചിരിക്കുന്നു. അങ്ങയുടെ കൃപ ഞങ്ങൾക്ക് ലഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഞങ്ങൾ അങ്ങയുടെ കൃപയുടെ ആധിപത്യത്തിലാണ്. അങ്ങയുടെ കൃപയുടെ ആധിപത്യത്തിലാണ് ഭാഷാവൃത്തിൽ പ്രാർത്ഥിച്ചുകൊണ്ട് പരിശുദ്ധാത്മാവേ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. എന്നിൽ കത്തിപ്പടരണമേ, എന്നിൽ കത്തിപ്പടരണമേ. പരിശുദ്ധാത്മാവ് നമ്മളിൽ കൃപ ജ്വലിപ്പിക്കട്ടെ. ആത്മാവേ എന്നിൽ കത്തിപ്പടരണമേ. എന്നിൽ വാഴും ആത്മാവേ എന്നിൽ കത്തിപ്പടരണമേ. എന്നിൽ വാഴും ആത്മാവേ എന്നിൽ കത്തിപ്പടരണമേ. എന്നിൽ വാഴും ആത്മാവേ ജ്ഞാനത്താൽ നിറയ്ക്കണമേ. എന്നിൽ വാഴും ആത്മാവേ ജ്ഞാനത്താൽ നിറയ്ക്കണമേ. എന്നിൽ വാഴും ആത്മാവേ ജ്ഞാനത്താൽ നിറയ്ക്കണമേ. ജ്ഞാനം നൽകണമേ, 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 ജ്ഞാനം നൽകണമേ. എന്നിൽ വാഴും ആത്മാവേ ജ്ഞാനത്താൽ നിറയ്ക്കണമേ.
വാഴും ആത്മാവേ ജ്ഞാനത്താൽ നിറയ്ക്കണമേ. ജീവജലത്തിൻ അരുവിയായി നിറഞ്ഞു കവിഞ്ഞൊഴുകണമേ. 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 ജീവജലത്തിൻ അരുവിയായി നിറഞ്ഞു lamba laki lamia laha rabula maki urula makalama allama lamai iria labanama ira lamikiria labakura likira lamakandara kalama karia labarama allamia rabura iria laka urula makiria lama iria labarubu kiria lama iri mikiria lamba lakarama allamikiria lama Dallama ramia la cura cura cu. Thank you, Jesus. Thank you, Jesus. നമ്മുടെ കൂടെ ബലവാന കൃപ കൃപ നമ്മുടെ വിശുദ്ധ കുർബാനയിൽ നിരവധി പ്രാവശ്യം നമ്മൾ കേൾക്കുന്ന പ്രാർത്ഥിക്കുന്ന ഒരു വാസ്തവമാണ് കൃപ. കാറ്റഗിസത്തിൽ വായിക്കാം 2565 ഖണ്ഡികയിൽ പ്രാർത്ഥനയെക്കുറിച്ച് പറയുമ്പോൾ
പറയപ്പെടുന്ന ഒന്നാണ്. അനന്ത നന്മയായ പിതാവിനോടും അവിടുത്തെ പുത്രനായ യേശു ക്രിസ്തുവിനോടും പരിശുദ്ധാത്മാവിനോടും ദൈവമക്കൾക്കുള്ള സജീവ ബന്ധമാണ് പുതിയ ഉടമ്പടിയിൽ പ്രാർത്ഥന. പരിശുദ്ധ രാജകീയ ത്രിത്വത്തിന് മുഴുവനും സമ്പൂർണ്ണ മനുഷ്യചേതനയുമായുള്ള ഐക്യമാണ് ദൈവരാജ്യത്തിൻ്റെ കൃപാവരം. എല്ലാവരും ഏറ്റുപറഞ്ഞ അവസാനത്തെ സെന്റൻസ്. പരിശുദ്ധ രാജകീയ ത്രിത്വത്തിന് മുഴുവനും സമ്പൂർണ്ണ മനുഷ്യചേതനയുമായുള്ള ഐക്യമാണ് ദൈവരാജ്യത്തിന്റെ കൃപാവരം. ത്രൈശുദ്ധ ദൈവത്തിന്റെ സാന്നിധ്യത്തിലും അവിടുത്തോടുള്ള കൂട്ടായ്മയിലും ആയിരിക്കുന്ന ശീലമാണ് പ്രാർത്ഥനാ ജീവിതം. അതൊരു ശീലമാണ്. എന്താണ് ആ ശീലത്തിൻ്റെ പ്രത്യേകത? ദൈവവുമായിട്ടുള്ള ഒരു ഉടമ്പടി ബന്ധമാണ് പ്രാർത്ഥന. അതിപ്പോൾ വേറൊരു സബ്ജക്റ്റായി. എന്താ ഉടമ്പടി എന്ന് പറഞ്ഞാൽ? കൃപ എന്താണെന്ന് ഇപ്പോൾ മനസ്സിലായി. ഇനി അടുത്ത വലിയൊരു ആശയമാണ് ഉടമ്പടി. നമ്മളൊരുപാട് കേട്ടിട്ടുള്ളതാണത്. ഉടമ്പടിയാണ്. ഇത് നവീനവും സനാതനവുമായ ഉടമ്പടിയിലുള്ള എൻ്റെ രക്തമാണ്. എന്താണ് ഉടമ്പടി എന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്? ഉടമ്പടി എന്ന് പറഞ്ഞാൽ എന്താ? ഉടമ്പടി രണ്ടുപേര് തമ്മിലുള്ള ഒരു എഗ്രിമെൻ്റ്. അയ്യോ, രണ്ടുപേർ തമ്മിൽ പരസ്പരം അംഗീകരിച്ച് യോജിച്ച് തീരുമാനം പോയി. അവിടം വരെ കറക്റ്റ്. ശാശ്വതമായ ഒരു ഒപ്പുവെക്കൽ. തമ്പുരാൻ കർത്താവ് വന്ന് ഒപ്പുവെച്ച് തന്നു അല്ലേ? ഓക്കെ. ഇവിടെ എന്താ പറഞ്ഞ്? സമ്മതം. സമയം കഴിഞ്ഞു. നിങ്ങളുടെ എല്ലാവരും തോറ്റു. ഒരു ചാൻസ് കൂടി. കരാർ. ഈ ബിൽഡിംഗ് പണിയാൻ കരാർ കൊടുത്തു. കരാർ ബിൽഡിംഗ് കഴിഞ്ഞപ്പോൾ തീർന്നു. ഓക്കെ. ഇങ്ങനെ ഇതാണ് നമ്മൾ വളർച്ചയിലേക്ക് വരുമ്പോൾ നമ്മൾ സാധാരണ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനകളെല്ലാം വീണ്ടും പഠിച്ച് അതിനെക്കുറിച്ച് യഥാർത്ഥ ബോധ്യത്തിൽ വരണം. ഇപ്പം നമ്മൾ കുഞ്ഞായിരുന്നപ്പോൾ പള്ളിയിൽ പോയപ്പോൾ അമ്മ പറഞ്ഞു, ആ അപ്പം കണ്ടില്ലേ നീ? അപ്പം അത് ഈശോ ആണ്. അപ്പം ഈശോ ആണെന്നോ? പിന്നെ അപ്പം കാണുമ്പോഴൊക്കെ നമ്മൾ ഈശോ ആണെന്ന് വിചാരിച്ചു. ശരി, അന്ന് നമുക്ക് അത്രേ അറിവുള്ളൂ. അത് കഴിഞ്ഞ് ഒരു 10 വയസ്സായപ്പോഴേക്കും ഈ അപ്പം എങ്ങനെയാണ് ഈശോ ആകണേ? നമ്മുടെ ഉള്ളിൽ ഒരു യുക്തി വരാൻ തുടങ്ങി. അപ്പോഴേക്കും നമ്മൾ കാറ്റഗിസം ക്ലാസ്സിലേക്ക് വന്നു. അപ്പം നമ്മൾക്ക് നമ്മുടെ ബോധ്യത്തിനും ബുദ്ധിക്കും മനസ്സിലാവുന്ന രീതിയിൽ അപ്പം എങ്ങനെയാണ് ഈശോ ആവുന്നത് നമ്മൾ പഠിച്ചു. എന്ന മാതിരി തന്നെയാണ് നമ്മുടെ ബയോഗ്രാഫി എന്ന് പറഞ്ഞാൽ ബയോളജിക്കൽ ഗ്രോത്ത്. നമ്മുടെ ബയോളജിക്കൽ ഗ്രോത്ത് അനുസരിച്ച് തന്നെ നമ്മുടെ ബുദ്ധിയും ബോധ്യവും അതുപോലെ തന്നെ ആത്മീയമായ ജീവിതത്തിലും ഒരു വളർച്ചയാണ്. നമ്മുടെ ആത്മാവിൻ്റെ ആ വളർച്ചയ്ക്കനുസരിച്ച് ഒരേ കാര്യം തന്നെ ആ കാലത്തിനനുസരിച്ച് പുതിയ ബോധ്യങ്ങളിലേക്ക് നമ്മൾ വരും. അതിനാണ് പൗലോസ് പറയുന്നത്, പൂർണ്ണമായവ ഉദിക്കുമ്പോൾ അപൂർണമായവ അസ്തമിക്കുന്നു. നമ്മളിപ്പോൾ പലതും പണ്ട് കേട്ട കാര്യങ്ങളിൽ നിന്നും വ്യത്യസ്തമായിട്ടായിരിക്കും ഇവിടെ കേൾക്കുന്നത്. അതുകൊണ്ടൊന്നും വിഷമിക്കണ്ട. അന്ന് നമുക്ക് 1-ാം ക്ലാസ്സിൽ ഇത് പഠിക്കാമായിരുന്നോ? 5-ാം ക്ലാസ്സിൽ വന്നു, പിന്നെ 10-ാം ക്ലാസ് കഴിച്ചു. പക്ഷേ 5-ാം ക്ലാസ് പഠിക്കാണ്ട് 10-ാം ക്ലാസ് പഠിക്കാമോ? ഇല്ല. എന്ന പോലെ നമ്മുടെ ആത്മീയ പഠന വിശ്വാസ വളർച്ചയിലും അങ്ങനെയാണ്. നമ്മൾ പണ്ടെന്താ നമുക്കത് അങ്ങനെ മനസ്സിലാക്കാഞ്ഞെന്ന് ഒത്ത് വിഷമിക്കണ്ട.
അതാണ് പൗലോസ് ശ്ലീഹ 13-ാം അധ്യായത്തിൽ നമ്മൾ ഇന്ന് വായിച്ചു. 1 കൊരിന്ത്യർ 13 തന്നെയാണ് ഈ കാര്യം. എന്താണ്? പൂർണ്ണമായവ ഉദിക്കുമ്പോൾ അപൂർണമായവ അസ്തമിക്കുന്നു. ഞാൻ ശിശുവായിരുന്നപ്പോൾ ശിശുവിനെ പോലെ സംസാരിച്ചു, ശിശുവിനെ പോലെ ചിന്തിച്ചു, ശിശുവിനെ പോലെ യുക്തിവിചാരം നടത്തി. എന്നാൽ പ്രായപൂർത്തി വന്നപ്പോൾ ശിശു സഹജമായവ ഞാൻ കൈവെടിഞ്ഞു. ഇപ്പോൾ നമ്മൾ കണ്ണാടിയിലൂടെ അവ്യക്തമായി കാണുന്നു, അപ്പോഴാകട്ടെ മുഖാഭിമുഖം ദർശിക്കും. ഇപ്പോൾ ഞാൻ ഭാഗികമായി അറിയുന്നു, അപ്പോഴാകട്ടെ ദൈവം എന്നെ പൂർണ്ണമായി അറിയുന്നതുപോലെ ഞാനും പൂർണ്ണമായി അറിയും. ചിന്തിക്കാൻ പറ്റുമോ? കേട്ടോ നിങ്ങൾ വല്ലതും? ഇപ്പോൾ ദൈവം എന്നെ പൂർണ്ണമായി അറിയുന്നത് പോലെ ഞാനും പൂർണ്ണമായി അറിയുന്നു. ഇത് വെച്ച് നോക്കുമ്പോൾ നമ്മുടെ അറിവ് ഇപ്പം എത്രാം ക്ലാസ്സിലാണ്? എനിക്ക് തോന്നുന്നത് കിൻഡർ ഗാർഡനിലാണെന്നാണ് തോന്നണത്, ഇല്ലേ? ഒന്നുകൂടി പറഞ്ഞ, ദൈവം എന്നെ പൂർണ്ണമായി അറിയുന്നത് പോലെ ഞാനും പൂർണ്ണമായി അറിയും. ആരെ അറിയും? എന്നെ തന്നെ ആദ്യം അറിയണം. ഞാൻ ആരാ? നമ്മൾ ചിലപ്പോൾ പറയും, എടാ കഴുതേ, എടാ പോത്തേ, എടാ പട്ടിയുടെ മോനെ, ഇങ്ങനെയൊക്കെ നമ്മൾ പറഞ്ഞ് നമ്മളുടെ തന്നെ വായ കൊണ്ട് ഈ അടുത്തിരിക്കുന്ന സഹോദരൻ ദൈവത്തിൻ്റെ സാദൃശ്യത്തിലും ഛായയിലും സൃഷ്ടിക്കപ്പെട്ട ഒരാളാണെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കാതെ പോകുന്നു, ഇല്ലേ? അപ്പോൾ ഈ ഒരിക്കൽ ഒരു ഫാമിലി പ്രേയറിന് പോയപ്പോൾ ആ കൊച്ചൊരു പുസ്തകം വായിച്ചത് ഇങ്ങനെ, വേദപുസ്തകം വായിക്കാൻ കൊടുത്തു, വായിച്ചു. അപ്പോൾ അതിൽ പറഞ്ഞു വന്നത് ഇങ്ങനെയായിരുന്നു: നിന്നെപ്പോലെ നിൻ്റെ അയൽക്കാരനെ സ്നേഹിക്കുക. അത് കഴിഞ്ഞിട്ട് ഇവൾ എൻ്റെ അടുത്ത് വന്നിട്ട് കരയാൻ തുടങ്ങി. അല്ല, അതെങ്ങനെ സാധിക്കുക? എനിക്ക് എന്നെ തന്നെ സ്നേഹിക്കണ്ടേ ആദ്യം? അതെനിക്ക് ഒരിക്കലും ഉണ്ടായിട്ടില്ല. ഞാൻ ഇച്ചിരി കറുത്തതായതിൻ്റെ പേരിൽ എൻ്റെ അമ്മയ്ക്ക് പോലും എന്നെ സ്നേഹമില്ല, പിന്നെയാണോ എനിക്ക് സ്നേഹം? ദൈവം ഇപ്പോൾ ഭയങ്കര ഫിലോസഫിക്കലായിപ്പോയത്. അമ്മമാരെ ഒന്ന് കുറ്റം പറയല്ല കേട്ടോ, ഒരു കാര്യം അവതരിപ്പിക്കുകയാണ്. നിന്നെപ്പോലെ നിൻ്റെ അയൽക്കാരനെ സ്നേഹിക്കണമെങ്കിൽ നിനക്ക് നിന്നോട് തന്നെ സ്നേഹം വേണ്ടേ? സ്വാർത്ഥതയുടെ കാര്യമല്ല ഇത്. നീ ആരാ? നമ്മൾ ആരാ ഓരോരുത്തരും? ഇത് നമ്മൾ ആദ്യം മനസ്സിലാക്കണം. ദൈവത്തിൻ്റെ ഛായയിലും സാദൃശ്യത്തിലും സൃഷ്ടിക്കപ്പെട്ട ദൈവം പോലെ തന്നെയുള്ള ഒരാളാണ്. അതാണ് മനുഷ്യ വ്യക്തിത്വത്തിൻ്റെ മഹാത്മ്യം എന്നാണ് കാറ്റഗിസത്തിൽ 357 357 ഖണ്ഡികയിൽ പറയുന്നത്. ഇതാണ് ദൈവഛായയിലായിരിക്കുന്നതിനാൽ മനുഷ്യന് ഒരു വ്യക്തിയുടെ മഹാത്മ്യമുണ്ട്. അവൻ കേവലം ഒരു വസ്തുവല്ല, പ്രത്യുത ഒരാളാണ്. ഇയാൾ എന്ന് പറയുമ്പോഴും അതും നമ്മൾ പറഞ്ഞ് ആകെ എന്താണ് ഒരാൾ എന്ന് പറഞ്ഞാൽ? എ പേഴ്സൺ. ഇപ്പം ഞാൻ വീട്ടിൽ ചെന്നപ്പോൾ എൻ്റെ ആൾ ജോലി കഴിഞ്ഞ് വന്നിട്ടില്ല. ആള് എന്ന് പറഞ്ഞാൽ ആരെയാ? പട്ടിയോ പോത്തൊന്നും അല്ലല്ലോ. ആരാണ് ഈ ആൾ എന്ന് പറയണത്? ഒരു മനുഷ്യ വ്യക്തിയാണ്. ഈ മനുഷ്യ വ്യക്തിക്ക് ആൾ എന്നുള്ള ആ ഒരു വ്യക്തിത്വം ഉണ്ടായത് എവിടെ നിന്നാണ്? ആരാണ് ആദ്യത്തെ ആൾ? ഹൂ ഈസ് ദ ഫസ്റ്റ് പേഴ്സൺ? നമ്മളിത് ഗ്രാമറിലാണ് ആദ്യം പഠിച്ചേക്കണില്ലേ? ഫസ്റ്റ് പേഴ്സൺ. ആരാണ് ഫസ്റ്റ് പേഴ്സൺ? ദൈവമാണ്. ഇനി ആ ഫസ്റ്റ് പേഴ്സൺ, ആ ദൈവം എന്ന ആളുടെ പ്രത്യേകത എന്താ? നമ്മൾ സാധാരണ ആൾ എന്ന് പറഞ്ഞാൽ സിംഗുലറിലാണ്, ഇല്ലേ? സിംഗുലറാണ്, ഇല്ലേ? പക്ഷേ ആള് സിംഗുലർ ആണെങ്കിലും അതിൻ്റെ അകത്തൊരു പ്ലൂരലാണ് ആള്. കണ്ടോ എന്താ ഈശോ പറഞ്ഞത്? ദൈവം പറഞ്ഞ എന്താ? അനന്തരം കർത്താവ് അരുളി ചെയ്തു, നമുക്ക് നമ്മുടെ ഛായയിലും സാദൃശ്യത്തിലും മനുഷ്യനെ സൃഷ്ടിക്കാം. ദൈവം ഒരാളാണ്. പക്ഷേ ഈ ആളുടെ പ്രത്യേകത എന്താ? ആ ആൾ
ഇതിൻ്റെ ഉള്ളിൽ 3 ആളുകളുണ്ട്. അപ്പോൾ ഇവിടെയാണ് വലിയ ഒരു ജ്ഞാനം നമുക്ക് കിട്ടേണ്ടത്. നമ്മളൊരു വ്യക്തിയാണെങ്കിലും വാസ്തവത്തിൽ നമ്മൾ ഒരു സിംഗുലർ അല്ല. ഒരാൾ എന്ന് പറഞ്ഞാൽ അടിസ്ഥാനപരമായിട്ട് ഒരാൾ എന്ന് പറഞ്ഞാൽ എ പേഴ്സൺ എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ യൂണിയൻ ഓഫ് 3 persons. മറിച്ച് ഒരു ഇൻഡിവിജ്വൽ എന്ന് പറഞ്ഞാൽ വേറെയാണ്. അതാണ് ഇൻഡിവിജ്വലും പേഴ്സണും തമ്മിലുള്ള വ്യത്യാസം. നമ്മൾ ക്രിസ്ത്യാനികളായിട്ടുള്ള നമ്മൾ ഇൻഡിവിജ്വൽ അല്ല, നമ്മൾ ഒരാളാണ്. ക്രിസ്ത്യാനി അല്ലെങ്കിലും എല്ലാ മനുഷ്യരും ആക്ച്വലി അവരുടെ ആളാണ്. ഒരാൾ എന്ന് പറഞ്ഞാൽ ആ വ്യക്തിയിൽ ദൈവമുണ്ട്, ആ വ്യക്തിയിൽ ദൈവമുണ്ട്. അപ്പോൾ ഇത് ഞാൻ ഉടമ്പടിയെക്കുറിച്ച് പറയാൻ വേണ്ടിയാണ് ഇത് തുടങ്ങിയത്. ദൈവം എവിടെ ചെന്ന് അവസാനിക്കുമെന്ന് അറിഞ്ഞൂടാ. എന്നാലും അതിൽ ചെന്ന് അവസാനിപ്പിക്കാണ്ട് ഞാൻ പോകില്ല, പെട്ടെന്ന് ചെയ്യാം. എങ്കിലും ഒന്ന് ചിന്തിക്കുകയാണ്. ദൈവം ഈ മനുഷ്യനെ തൻ്റെ ഛായയിൽ സൃഷ്ടിച്ചു എന്ന് പറഞ്ഞു. എന്താണ് ഈ ഛായ? ഛായ, സാദൃശ്യം. ഈ 2 കാര്യം നമ്മൾ ഒരുപാട് പറഞ്ഞിട്ടുണ്ട്. ദൈവത്തിൻ്റെ ഛായയിലും സാദൃശ്യത്തിലുമാണ്. എന്താണ് ഛായ, എന്താണ് സാദൃശ്യം? ഈ ചോദ്യം ചോദിക്കുന്നതുമ്പോൾ നമ്മളൊരു ചിന്തിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോഴാണ് നമുക്കൊരു ചിന്ത വരുന്നത്. അങ്ങനെ ആ ചിന്തയിലൂടെ നമ്മൾ വിചിന്തനം ചെയ്യണം. അങ്ങനെയാണ് നമ്മുടെ ആത്മീയ കാര്യങ്ങൾ മനസ്സുകൊണ്ട് ബോധ്യതലത്തിലേക്ക് വരേണ്ടത്. എന്താണ് ഒരു ദൈവത്തിൻ്റെ ഛായയിലും സാദൃശ്യത്തിലുമാണ്? എന്താ ഛായ? എന്താ ദൈവത്തിൻ്റെ ഛായ? സ്നേഹം, നന്മ. അത് ഒരു ഛായയാണ്. പക്ഷേ ഇപ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്ന ഉത്തരം അതല്ല. ആക്ച്വലി ഞാൻ ഉത്തരമെല്ലാം പറഞ്ഞു കഴിഞ്ഞതാണ്. ഇപ്പോൾ തന്നെ നമ്മൾ പറഞ്ഞു ദൈവം ഒരു ആളാണ്. ദൈവം ആരാണ്? ആളാണ്. ആ ഛായ എന്ന് പറയുന്നത് ഇതാണ്, ഒരാളത്വം, എ പേഴ്സണാലിറ്റി, വ്യക്തിത്വം. അതിനെ കുറച്ചുകൂടി മനസ്സിലാക്കാൻ ദൈവം വലിയൊരു ആനയെ സൃഷ്ടിച്ചു. ഈ ആന ആളാണോ? ആണോ? ദൈവം നല്ല മനോഹരമായ ഒരു കുതിരയെ സൃഷ്ടിച്ചു. ഈ കുതിര ആളാണോ? സൂര്യനും ചന്ദ്രനും ആളാണോ? ഇപ്പൊ ചിന്തിക്കണം. എന്നാൽ മനുഷ്യനെ മാത്രമേ ദൈവം തൻ്റെ സ്വന്തം ഛായയിൽ സൃഷ്ടിച്ചിട്ടുള്ളൂ. അതെന്തിനാണെന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഇതെല്ലാം ഞാൻ പറയുന്നത്. ഇനി എന്താണ് ആ ഛായയും സാദൃശ്യം? എന്താണ് സാദൃശ്യം എന്ന് പറഞ്ഞാൽ? നിത്യത. നിത്യത, ആത്മീയവും നിത്യതയുമുള്ള ഒരാളായിട്ടാണ്. ദൈവത്തിൻ്റെ സാദൃശ്യം എന്താണ്? ദൈവം ആത്മാവാണ്, അതോടൊപ്പം ദൈവം നിത്യതയാണ്. ആത്മീയവും കാറ്റഗിസത്തിൽ 1703 ഇതൊക്കെ എഴുതി വെച്ചോട്ടോ. നിങ്ങൾക്ക് പെട്ടെന്ന് ആരോടെങ്കിലും ഇത് തോമസ് പോൾ അങ്ങനെ പറഞ്ഞു എന്ന് പറയരുത്. കാറ്റഗിസം ഇങ്ങനെ പറയണമെന്ന് പറയണം. മനസ്സിലാവുന്നുണ്ടോ? ആരോടെങ്കിലും പറയുമ്പോൾ അതിൻ്റെ ആധികാരികമായിട്ടുള്ള ഒരു പ്രബോധനത്തിന് കൂടി ഉണ്ടെങ്കിലാണ് നമുക്ക് തൃപ്തിയായി. മറ്റൊരാളോട് പറയുമ്പോഴും അതിനൊരു ബാക്കപ്പ് ഉണ്ട്. ഇതാരും നമ്മളാരും നമ്മുടെ ബുദ്ധിയിലും ബോധ്യത്തിലും വരുന്നതല്ല പഠിപ്പിക്കേണ്ടത്, ഇല്ലേ? സഭയുടെ ഇത്ര മനോഹരമായ 2000 വർഷത്തിൻ്റെ നിധിയാണ് ഈ പ്രബോധനം മുഴുവനും. 2000 വർഷത്തിൻ്റെ നിധി അത് നമ്മുടെ കയ്യിൽ തന്നിരിക്കുകയാണ്. നമ്മൾ അതിൽ നിന്നും കേട്ട് പഠിച്ച് പ്രബുദ്ധരാകണം. 1703 ആത്മീകവും അമർത്യവുമായ ആത്മാവുള്ള മനുഷ്യ വ്യക്തിയാണ് ഭൂമിയിൽ അതിനു വേണ്ടി തന്നെ ദൈവം ആഗ്രഹിച്ച ഏക സൃഷ്ടി. അവൻ മറ്റൊരു സൃഷ്ടിക്കും ഈ ഒരു ദൈവകത അല്ലെങ്കിൽ ദൈവത്തിൻ്റെ പേഴ്സണാലിറ്റി, ഛായയും സാദൃശ്യവും കൊടുത്തിട്ടില്ല എന്ന് മനസ്സിലാക്കണം. ഓക്കെ, ഇനി എന്തിനാണ്
ഇങ്ങനെ ദൈവം സൃഷ്ടിച്ചത്. 357 അവസാനത്തിലേക്ക് വരാം. 357 കാറ്റഗിസത്തിൽ 357 അവസാനത്തിൽ വരുന്നുണ്ട്. അവനുമായി സ്വയം അറിയുവാനും സ്വയം ഉൾക്കൊള്ളുവാനും സ്വതന്ത്രമായി സ്വയം ദാനം ചെയ്യുവാനും. കണ്ടു ഒന്ന് വായിച്ചെല്ലാവരും, എന്ന് പറഞ്ഞെല്ലാവരും. സ്വയം അറിയുവാനും സ്വയം ഉൾക്കൊള്ളുവാനും സ്വതന്ത്രമായി സ്വയം ദാനം ചെയ്യാനും ഇതര വ്യക്തികളുമായി സംസർഗത്തിൽ ഏർപ്പെടുവാനും കഴിവുള്ളവനാണ് മനുഷ്യൻ. കൃപാവരത്തിലൂടെ സൃഷ്ടാവുമായി, എല്ലാവരും ഒന്ന് ഏറ്റു പറഞ്ഞുകൊണ്ട്, കൃപാവരത്തിലൂടെ സൃഷ്ടാവുമായി ഒരു ഉടമ്പടിയിലേക്ക് അവൻ വിളിക്കപ്പെട്ടിരിക്കുന്നു. ഇപ്പോഴും മനസ്സിലായിട്ടില്ല എന്താണ് ഉടമ്പടി എന്നുള്ളത്. എന്താണ് ഉടമ്പടി എന്നുള്ളത്? ഇപ്പോൾ ഒരു ഭയങ്കര സംഭവം തുറക്കാൻ പോവുകയാണ്. ഉടമ്പടി എന്ന് പറയുന്നത് നമ്മൾ എല്ലാ ദിവസവും കുർബാനയിൽ പറയുന്നതാണ്. ഇത് എൻ്റെ രക്തമാകുന്നു. എന്താണ് അതിൻ്റെ അർത്ഥം? നിങ്ങളുടെ പാപമോചനത്തിനായി ഞാൻ നൽകുന്ന പുതിയ ഉടമ്പടിയിലുള്ള എൻ്റെ രക്തം. ഇപ്പോഴും നമ്മൾക്ക് മനസ്സിലാവുന്നില്ല എന്താണ് ഈ ഉടമ്പടി എന്ന് വെച്ചാൽ. വിഷമിക്കണ്ട, നമ്മളിപ്പോൾ മനസ്സിലാക്കാൻ പോവുകയാണ്. എളുപ്പം മനസ്സിലാകാൻ വിവാഹ ഉടമ്പടി. വിവാഹം ഒരു ഉടമ്പടി ബന്ധമാണ്. ഒന്ന് കൈവീശി കാണിച്ചാൽ ഈശോയെ പുറകല്ലേ 5 ദിവസം സുഖമായിട്ട് ഉറങ്ങാൻ അയച്ചാൽ വന്നെങ്കിലേ മനസ്സിലിരുന്നാൽ മതിയാ. ശ്രദ്ധിച്ചോട്ടോ, ഞാൻ വിവാഹ ഉടമ്പടിയിൽ പ്രവേശിച്ചു എന്ന് പറഞ്ഞാൽ ഇപ്പം എല്ലാം എളുപ്പം മനസ്സിലാവട്ടോ. ഞാൻ എൻ്റെ ഭാര്യയ്ക്ക് എന്ത് കൊടുത്തു? ഞാൻ എൻ്റെ ഭാര്യയിൽ നിന്ന് എന്ത് വാങ്ങി? സ്ത്രീധനം മേടിച്ചല്ലേ? ഭാര്യ എന്ന് പറഞ്ഞാൽ സ്ത്രീധനം കൊണ്ടുവന്നു. ഇതൊക്കെയാണ് നമ്മൾക്ക് മാറ്റേണ്ട ചില കാര്യങ്ങൾ. എന്ത് കൊടുത്തു? എന്ത് വാങ്ങി? എൻ്റെ ജീവൻ ഞാൻ കൊടുത്തു. എന്ത് കൊടുത്തു? എൻ്റെ ജീവൻ ഞാൻ അവൾക്ക് കൊടുത്തു. അവളുടെ ജീവൻ എനിക്ക് തന്നു. ഈ 2 ജീവനും ക്രിസ്തുവിൽ ഒന്നായി. ഇതാണ് ഉടമ്പടി ബന്ധം. ഈ 2 ജീവനും ക്രിസ്തുവിൽ ഒന്നാകുകയും കലർത്തപ്പെടുകയും ലയിക്കപ്പെടുകയും ചെയ്തിരിക്കുന്നു. ഇങ്ങനെ കലർത്തപ്പെടുകയും ലയിക്കപ്പെടുകയും ചെയ്ത ഈ ജീവിതത്തെ മാറ്റാൻ ആർക്കെങ്കിലും സാധിക്കുമോ? ഇല്ല, ആർക്കും സാധിക്കില്ല. വാസ്തവത്തിൽ ദൈവത്തിന് പോലും സാധിക്കില്ല. കാരണം അതുകൊണ്ടാണ് പറഞ്ഞത്, ദൈവം യോജിപ്പിച്ചതിനെ മനുഷ്യനകറ്റാൻ പറ്റില്ല. ദൈവം അകറ്റാൻ ആഗ്രഹിക്കുന്നില്ല. ദൈവം യോജിപ്പിച്ചത് അകറ്റാനായിരുന്നു. ഇവനെ യോജിപ്പിക്കേണ്ട ആവശ്യമുണ്ടായിരുന്നു. അതുകൊണ്ട് ഉടമ്പടി ഒരു ഇറിവോക്കബിൾ ആണ്. അതൊരിക്കൽ ലയിച്ചാൽ പിന്നെ അകറ്റാൻ പറ്റില്ല. ഏതുപോലെ ഞാൻ ഇന്നലെ പറഞ്ഞതാണ്, ഇനിയും പറയും പല പ്രാവശ്യം. ഈ ബലിപീഠത്തിൽ ആ ഒരു തുള്ളി വെള്ളം ഈ കാസയിലെ വീഞ്ഞിലേക്ക് കലർത്തിയിരിക്കുന്നു. ഇപ്പം എന്ത് സംഭവിച്ചു? ഉടമ്പടി ബന്ധമാണത്. ഇനി അത് മാറ്റാൻ പറ്റുമോ? ആ വീഞ്ഞിൽ നിന്ന് ഈ വെള്ളത്തിനെ മാറ്റാൻ പറ്റുമോ? ഇനി എന്താണ് ഉടമ്പടി? ഉടമ്പടി എന്ന് പറയുന്നത് ദൈവം തൻ്റെ ജീവൻ മനുഷ്യന് നൽകുകയും മനുഷ്യൻ അത് സ്വീകരിച്ചപ്പോൾ അവൻ്റെ ജീവൻ മനുഷ്യനിലേക്ക് കൊടുക്കുകയും ചെയ്തപ്പോൾ ദൈവവും മനുഷ്യനും ഒന്നായി. 2 ജീവിതവും ഒന്നായി. ദൈവിക ജീവൻ മാനുഷിക ജീവിതത്തിൽ ലയിക്കുന്നതിന് കൃപ എന്ന് പറയുന്നു എന്ന് പറഞ്ഞില്ലേ? ഇപ്പം ഇവിടെ കേട്ട എന്താ? കൃപാവരത്തിലൂടെ ദൈവവുമായിട്ടുള്ള ഉടമ്പടി. അപ്പോൾ നമ്മളെ സംബന്ധിച്ച്, അല്ലെങ്കിൽ ഓരോ ഉടമ്പടിയും ദൈവം ചെയ്തത്, മനുഷ്യനോട് ചെയ്ത ഉടമ്പടി ഇതാണ്. ദൈവം മനുഷ്യനുമായി ഒന്നാകണം. അവൻ മണവാട്ടിയും ദൈവം മണവാളനും. അത് കൈവീശി കാണിച്ചേ. ഈശോയെ സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ.
ശ്രദ്ധിക്കണം, ശ്രദ്ധിക്കണം. ഈ ഉടമ്പടി ബന്ധം മനുഷ്യനിൽ നിന്ന് ഉത്ഭവിച്ചതല്ല, ദൈവത്തിൻ്റെ മുൻകൈയെടുക്കലിലൂടെയാണ്. ഇങ്ങനെ ഒരു ഉടമ്പടി ബന്ധത്തിൽ ജീവൻ കൈമാറ്റപ്പെടുന്നതിനാണ് പ്രഥമമായി ദൈവത്തിൻ്റെ ജീവനിൽ നമ്മളെ പങ്കാളികളാക്കുന്നതിന് വേണ്ടിയാണ് മനുഷ്യനെ ദൈവത്തിൻ്റെ ഛായയിലും സാദൃശ്യത്തിലും തന്നെ സൃഷ്ടിച്ചത്. പ്രൈസ് ദ ലോർഡ്. ആദത്തെ സൃഷ്ടിച്ച് കഴിഞ്ഞിട്ട് ആദത്തിനോട് പറഞ്ഞു, ഈ പക്ഷി ലതാദികളും മൃഗങ്ങളും എല്ലാം നിൻ്റേതാണ്, നീ നാളെ അതിന് പേരിട്ടു, അതൊക്കെ നിൻ്റേതാണ്. ആദം പിറ്റേ ദിവസം അവിടെ ഇരുന്നു, ഗമയിലിരുന്നു. ആദത്തിൻ്റെ മുമ്പിലൂടെ ഒരു ഫാഷൻ പരേഡ് മാതിരി എല്ലാ മൃഗങ്ങളും പോകാൻ തുടങ്ങി. ആദം തോട്ടത്തിലെ വലിയ ആളല്ലേ, വേറെ ആരില്ല. ഓരോന്നിനും പേരിട്ടു. കഴുത, പോത്ത്, പശു, ആട്. എന്നിട്ട് അവസാനം എഴുതിയിരിക്കുകയാണേ, എങ്കിലും അവന് ഇണങ്ങിയ ഒരിണയെ അതിൽ കണ്ടില്ല. അപ്പം ഇയാളുടെ നോട്ടം എവിടെയായിരുന്നു? നോക്കി, ഇത് നമ്മളൊക്കെ 10ാം ക്ലാസ്സിലെ നോക്കി തുടങ്ങിയേക്കണാണില്ലേ. നമ്മൾ 10ാം ക്ലാസ്സിൽ പോയപ്പോൾ ആദ്യം ഈ പെമ്പിള്ളേരെ കാണുമ്പോഴൊക്കെ ഇതിൽ നമുക്ക് പറ്റിയ ആരെങ്കിലും ഉണ്ടോ എന്ന് നോക്കണേ. എന്തുകൊണ്ടാണ് ബൈബിളിൽ അങ്ങനെ എഴുതിയിരിക്കുന്നത്? ആദം ഈ മൃഗങ്ങളുടെ ഇടയിലെല്ലാം അവന് പറ്റിയ ഇണയെ നോക്കിയിട്ട് കണ്ടില്ല. ഈ ഉൽപ്പത്തിയെല്ലാം വായിക്കുമ്പോൾ ശ്രദ്ധിക്കണം, ഭയങ്കര നിഗൂഢതയാണ് അതിലുള്ളത്. നമ്മൾ വായിക്കുമ്പോൾ ഈ പറഞ്ഞ മാതിരി നമ്മൾ 10ാം ക്ലാസ്സിൽ പോയ കാര്യമൊക്കെ ആയിരിക്കും നോക്കണത്. പക്ഷേ അവിടെ പറയുന്നതിൻ്റെ അർത്ഥം, ഈ ദൈവം സൃഷ്ടിച്ച ഒന്നിലും ആദത്തെ പോലെ വ്യക്തിത്വമുള്ള മറ്റൊരു സൃഷ്ടി കണ്ടില്ല എന്നാണ് അതിനർത്ഥം. പ്രൈസ് ദ ലോർഡ്. അന്ന് രാത്രി ആണ് ആദത്തിൻ്റെ ആ വേദന മാറ്റി കർത്താവ് ഹവ്വായെ സൃഷ്ടിച്ചു. രാവിലെ എണീറ്റപ്പോൾ എൻ്റെ പ്രാർത്ഥന ഇത്ര പെട്ടെന്ന് കേൾക്കുന്നു. കർത്താവ് ഇവളെ കണ്ട വഴി തന്നെ അവനെ പോലെ തന്നെ ഒരു വ്യക്തിയെ കണ്ടു. അപ്പോൾ ഉടനെ കെട്ടിപ്പിടിച്ചു. മാൻ, അതാണ് വുമൺ എന്ന് പറയുന്നത്. മനസ്സിലായില്ലേ? WO, മാൻ, അനദർ മാൻ. വേറൊരാളവിടെ കിടക്കണം. തമാശ പറഞ്ഞാന്ന് വിചാരിച്ചോ, എന്നാലും കാര്യമുണ്ടില്ലേ. എനിവേ, അപ്പോൾ നമ്മൾ ഉടമ്പടി എന്ന് പറയുമ്പോൾ, ഇനി നമ്മൾ വിശുദ്ധ ബലിയിലേക്ക് പ്രവേശിക്കുമ്പോഴെല്ലാം ഒരുപാട് പ്രാവശ്യം കേൾക്കുന്ന വാക്കിതാണ് ഉടമ്പടി, 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 ഉടമ്പടി. ദൈവം മനുഷ്യനെ ദൈവത്തിൻ്റെ വ്യക്തിത്വവും ദൈവത്തിൻ്റെ ആത്മീയതയും ദൈവത്തിൻ്റെ അനന്തതയും തന്നത് ദൈവവും മനുഷ്യനും ഒന്നാകാൻ വേണ്ടിയാണ്. അതാണ് കാറ്റക്കിസത്തിൻ്റെ ആദ്യത്തെ പാരഗ്രാഫിൽ തന്നെ പറയുന്നത്. ഒന്നാമത്തെ ഖണ്ഡികയിൽ പറയുന്നത്, അനന്ത ഗുണസമ്പന്നനായ ദൈവം തന്നിൽ തന്നെ സൗഭാഗ്യവാനായ ദൈവം കേവലം നന്മ മാത്രം ലക്ഷ്യമാക്കി സ്വതന്ത്ര മനസ്സോടെ തന്റെ സൗഭാഗ്യത്തിൽ ഭാഗഭാക്കാകാൻ വേണ്ടി മനുഷ്യനെ സൃഷ്ടിച്ചു. God created man to make him a sharer of God's own blessed life. ദൈവത്തിൻ്റെ തന്നെ അനന്തഗുണസമ്പന്നമായ ആ സൗഭാഗ്യകരമായ ജീവിതത്തിൽ ഒരു ഉടമ്പടി ബന്ധത്തിലൂടെ ഒന്നാകാൻ വേണ്ടി മനുഷ്യനെ സൃഷ്ടിച്ചു. God created man to make him a sharer of his own life. അതിൻ്റെ പൂർത്തീകരണമാണ് വിശുദ്ധ കുർബാനയിൽ നമ്മൾ കാണുന്നത്. നമ്മെ ജീവിപ്പിക്കുന്ന കർത്താവ് ഈശോ മിശിഹായുടെ കൃപാവരം അവിടുത്തെ കാരുണ്യത്താൽ നാം എല്ലാവരിലും സമ്പൂർണ്ണമാകട്ടെ. പ്രൈസ് ദി ലോർഡ്. ഈ വിചാരത്തോടെ നമ്മൾ ചെറിയ ഒരു ഇടവേള, അതിനുശേഷം വിശുദ്ധ ബലിയിലേക്ക് പ്രവേശിക്കുകയാണ്. ഈ വിശുദ്ധ ബലിയിൽ വിശുദ്ധീകരണത്തിൻ്റെയും നമ്മുടെ ആത്മാവിലെ ഈ ദൈവവുമായിട്ടുള്ള ഉടമ്പടി ബന്ധത്തെയും മുൻതൂക്കം കൊടുത്തുകൊണ്ട് നമ്മൾ വിശുദ്ധ ബലിയിൽ പ്രവേശിക്കുന്നു. ചെറിയ ഇടവേള, 5-10 മിനിറ്റിനകം എല്ലാവരും തിരിച്ചു വരാം. 10 minutes. താങ്ക് യു.